ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അതിൻ്റെ പാർട്ട് 2 ചെയ്യാൻ പോവാണ്. നമ്മളാണെങ്കിൽ ഫോണിനകത്ത് കീബോർഡ് മൗസ് വെച്ച് കളിക്കുന്ന പാർട്ട് 1 നമ്മളിട്ടായിരുന്നു. ഇത് വിശദീകരിച്ചാണ് മൊത്തം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് ഈ നമ്മുടെ മറ്റേ കീബോർഡ് തോണ്ടിയിരിക്കും. ഈ നമ്മുടെ പുതിയ കീബോർഡ് ലൈറ്റ് കത്തുന്ന NT8 Sports KM1610. എന്നിട്ട് നമ്മുടെ USB ഹബ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഒരു മിനിറ്റ് ഞാൻ ഫ്ലാഷ് ഒന്ന് ഓണാക്കിയേ. ഫോൺ സ്റ്റാൻഡ് എൻ്റെ ബൈനോക്കുലർ കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ അതിനായിട്ട് ഫോൺ എടുത്തിട്ട് ഇവിടെ കണ്ടോ, അതാണ്ട് OTG. ഇത് നമ്മളാണെങ്കിൽ ഇതാണ്ട് ഈ എഡിറ്റ് എന്നുള്ളതിനകത്ത് ഞെക്കിയിട്ട് ഇവിടെയായിട്ട് കാണും. അത് മണ്ടക്കോട്ടടുത്ത് വെക്കാം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്തല്ല ചെയ്യുന്നത്, ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിനകത്താണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നിൽക്കേ. നമ്മൾ ഈ എൻ്റെ USB ഹബ് എടുത്തിട്ട് നിൽക്കേ. ഞാൻ ഇതിൻ്റെ വള്ളിയും കുരുക്കൊക്കെ ഒന്ന് മാറ്റട്ട്. എടുത്തിങ്ങോട്ട് വെക്കട്ടെ. ആദ്യം നമ്മൾ USB ഹബ് എടുക്കുന്നു. കീബോർഡിൻ്റെ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വിശദീകരിച്ച് നമ്മൾ കീബോർഡിൻ്റെ പിന്നെടുത്തിട്ട് നമ്മൾ ഈ USB ഹബിൻ്റെ ഈ ഭാഗത്ത് കുത്തണം. എന്നിട്ട് മൗസിൻ്റെ അതെടുത്തിട്ട് ഇവിടെ കുത്തണം. എവിടെയും കുത്താൻ, ഞാൻ എവിടെയാണ് കുത്തുന്നത്. കുത്തിയിട്ട് ഈ OTG, ഇത് മൈക്രോ USB-യുടെ OTG ആണ്. വേറെ ടൈപ്പ് സിയുടെയും കൂടിയുണ്ട്. ഞാൻ ടൈപ്പ് സിയുടെ എടുത്തോണ്ട് വരും. ശരിക്കും മൈക്രോ USB-യുടെ ടൈപ്പ് സിയുടെയും കൂടി എടുത്തൊന്ന് കാണിക്കാം. ഇതാണ് ടൈപ്പ് സിയുടെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഓർഡർ ചെയ്തപ്പോൾ. ഇത് ടൈപ്പ് സിയുടെ. ഇതെടുക്കുന്നു. OTG ഓഫാക്കി അല്ല, ഫോൺ ഓണാക്കി കീഴിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം. കയറിയില്ല. താണ്ടേ ഈ നമ്മുടെ കീബോർഡ്. എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഈ ബട്ടൺ ഓഫായി. F1+ ഞെക്കുമ്പോൾ ബ്രീത്തിങ് മോഡ് ഇത് ഓണാക്കി ഇട്ടേക്കാം. എന്നിട്ട് ഇനി വീഡിയോയിലോട്ട് പോകാം. ഇനി നമ്മളാണെങ്കിൽ ഇതങ്ങ് ഊരട്ടെ. ഇനി നമ്മൾ ഈ ഫോണങ്ങ് മാറ്റിയേക്കാം. ഇനി ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിനകത്ത് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഗെയിമിനകത്ത് വന്നു. ഇനി ഞാനാണെങ്കിൽ
ആ സുനാപ്പി എടുത്തിട്ട് ഇതിനകത്ത് കുത്തട്ടെ. ആ സുനാപ്പി കുത്തട്ടെ. കുത്തിയിട്ട് OTG ഓണാക്കി. ഇനി ഞാൻ വെക്കട്ടെ. ഇനി വെച്ച് മൗസ് എടുത്തിട്ട് പീസ്ഫുൾ കൊടുക്കാം. ലോഡാവട്ടെ. ഓക്കെ, നമ്മളായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ഇതിനകത്ത് പോവുക, സെറ്റിങ്സ്, കീബോർഡ് ആൻഡ് മൗസ്. ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ബട്ടൺ തന്നെ ഇരിക്കട്ടെ. പിക്കപ്പിന് F10, എന്നിട്ട് ഐറ്റത്തിന് ഇതൊക്കെ ഇതിന് ബട്ടൺ 1. ബാക്കി ഇൻവെന്ററി എന്നിട്ട് സ്പ്രിന്റ് എന്തിയേ? എനിക്ക് ഞാൻ സ്പ്രിന്റ് ഒന്ന് നോക്കട്ടെ. സ്പ്രിന്റിന് 6 ബട്ടൺ 1 തീർത്തു. ചെയ്യട്ടെ. നമ്മൾ ചെയ്തു. ഇനി ഡെമോ 6 നമ്മൾ ചെയ്യും. വേറൊരു കാര്യമുണ്ട്, ചിലവരുടെ ഫോണിനകത്ത് റൈറ്റ് ക്ലിക്ക് വർക്ക് ആവത്തില്ല. ചിലവരുടെ ഫോണിൽ റൈറ്റ് ക്ലിക്ക് വർക്കാവും, ചിലവരുടെ ഫോണിൽ വർക്ക് ആവത്തില്ല. വർക്കാവാത്തവർക്ക് എനിക്ക് വർക്കാവോ ഞാൻ നോക്കട്ടെ. ബട്ടൺ നിൽക്ക്, ബട്ടൺ ആവത്തില്ല. ബട്ടൺ 1 അത് നമ്മൾ യൂസ് ചെയ്യത്തില്ലല്ലോ. ഓക്കെ, ഞാൻ എല്ലാത്തിൻ്റെ ഇതൊന്ന് പറഞ്ഞുതരാവേ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണിക്ക് കസ്റ്റമൈസ് ചെയ്യാം. F5 ഞെക്കിയാൽ ഇതിങ്ങനെയാവും. എന്നിട്ട് W ഓടും. W+R വെക്കുവാണെങ്കിൽ W+R വെക്കുവാണെങ്കിൽ ഓടും. അതാ സ്പ്രിന്റ് ഞാൻ കാണിച്ചത്. പിന്നെ അല്ലാണ്ട് നമ്മൾ കസ്റ്റമൈസ് പോലെ കളിക്കുക, അത്രയേ ഉള്ളൂ. കസ്റ്റമൈസ് ഇതുപോലെ കളിക്കുക. ഞാൻ ഡെമോ കാണിച്ചു തരാവേ.
ഹൊയ്. മരം മുറിക്ക അല്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ എല്ലാവരും ചെന്ന് മേടിക്കല്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്തുവാന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ട് മേടിക്കാൻ പോവാ? വെയിറ്റ് എ മിനിറ്റ്. പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഇച്ചിരി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞുതരാം. എൻ്റെ ആദ്യം തന്നെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു PC ഫീല് കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതെൻ്റെ നാക്കിരിയത്തില്ല. അതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ ഫോൺ നല്ല രീതിക്ക് ഹീറ്റാവും. അതേപോലെ തന്നെ ചാർജ് പെട്ടെന്ന് കുറയും. അതേപോലെ തന്നെ നിങ്ങൾ കംഫർട്ടബിളായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടില്ല. കംഫർട്ടബിളായിട്ട് തന്നെ ഒരിടത്ത് ഇരുന്നില്ലെങ്കിൽ ഇത് കിട്ടില്ല. പക്ഷെ മെയിൻ കാര്യമെന്ന് വെച്ചാൽ നിങ്ങളാണെങ്കിൽ ഫോൺ നല്ല രീതിക്ക് ഹീറ്റാവും. ഒരു 2 മണിക്കൂറത്തേക്ക് ഇത് ഗെയിമിംഗ് ആണെങ്കിൽ ഫോൺ എന്തായാലും പൊട്ടിത്തെറിക്കും. കാരണം അത്രയ്ക്കാണ്. നിങ്ങളെ മറ്റേ കൂളറില്ലയോ, മറ്റേ ആ കൂളർ, ഇങ്ങനെ വലിയ ഗെയിമേഴ്സൊക്കെ ഒന്നെങ്കിൽ ആ കൂളർ വെച്ചൊന്ന് കളിക്കുക കേട്ടോ. അതും വെച്ച് നിങ്ങൾക്ക് ലോങ് ടൈം ഗെയിം പ്ലേ ആണെങ്കിൽ അതൊക്കെ വെച്ച് കളിക്കാം. അല്ലാതെ തലയാണ പോലെ കയറി പുറകിൽ ചാരി വെച്ചൊന്നും കളിക്കല്ലേ. ഫോൺ പൊട്ടി തെറിച്ച് വല്ലതും ആവും. അപ്പോൾ എല്ലാവർക്കും ബായ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളാണെങ്കിൽ ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കണം. ഒരു കസേര അങ്ങനെയൊക്കെ ഇരിക്കുക. എന്നിട്ട് കീബോർഡ് മൗസ് നിങ്ങളുടെ കൈ എത്തുന്ന വടം വരെ വെക്കാവൂ. അല്ലെങ്കിൽ നേരെ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗായ്സ്, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ ഗൂയ്സ്, ബോയ്.